കുവൈത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. 24 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. 19 പേരുടെ മരണം സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ 16 പേരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മറ്റുള്ളവരുടെ പേര് വിവരങ്ങൾ ലഭിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ മരിച്ച കൊല്ലം ശൂരനാട് സ്വദേശി ലൂക്കോസിൻ്റെ വീട്ടിൽ നിന്ന് രാഹുൽ ജി നാഥ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രാഹുൽ, നമ്മൾ ഈ പറയുന്ന ആളുകളുടെ ഒക്കെ അവരൊക്കെ അവസാനിപ്പിച്ച് പോകുന്ന ശേഷിപ്പിച്ച് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതുപോലെ തന്നെയായിരുന്നു ലൂക്കോസും മരിച്ചു എന്നുള്ള കാര്യം അങ്ങനെ സംഭവിക്കരുതേ എന്ന് ആ കുടുംബം അത്രമേൽ ആഗ്രഹിച്ചു. ഏറ്റവും ഒടുവിലാണ് ശൂരനാട് സ്വദേശി ഒരാൾ കൂടി മരിച്ചു എന്നുള്ള വിവരം അത് ലൂക്കോസാണെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നത്. എന്താണ് ആ വീട്ടിലെ അവസ്ഥ? അച്ഛൻ വരാനായി കാത്തിരിക്കുകയായിരുന്നു, മക്കൾ ഉൾപ്പെടെ കുടുംബം ആകെ എന്നാണ് അറിയുന്നത്. തീർച്ചയായും അക്ഷയ, അപ്രതീക്ഷിതമായാണ് ലൂക്കോസിൻ്റെ മരണം ഈ വീട്ടിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആദിച്ചനല്ലൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. വീട്ടിൽ ഈ മരണവാർത്ത അറിഞ്ഞ്, വിയോഗ വാർത്ത അറിഞ്ഞ് നാട്ടുകാരും സ്നേഹിതരും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാവരും ഈ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ വിഷമത്തിൽ അവർ പങ്കെടുക്കുകയാണ്. തീർച്ചയായും അക്ഷയ് സൂചിപ്പിച്ചതുപോലെ കുറേ കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാകും എല്ലാ പ്രവാസികളും അവരുടെ പ്രവാസ ജീവിതം തുടരുന്നത്. ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി എല്ലാം പൂർത്തിയാകുന്ന അവർക്ക് നഷ്ടപ്പെട്ട നിമിഷങ്ങൾ തിരിച്ചു പിടിക്കാൻ, ആ തിരിച്ചുവരവിന് വേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഇദ്ദേഹവും ഈ മാസം വരേണ്ട ആളായിരുന്നു. മകളുടെ അഡ്മിഷൻ, അതായത് മൂത്ത മകൾ +2 കഴിഞ്ഞ് ഉന്നത വിജയം നേടി അഡ്മിഷൻ നേടുന്ന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ലീവ് മാറ്റിവെച്ച് അടുത്ത മാസത്തേക്ക് വരാനിരുന്നതാണ്. കാര്യങ്ങൾ ബാക്കി വെച്ച് അദ്ദേഹം അടുത്ത മാസത്തേക്ക് വരാനിരുന്നതാണ്. അപ്പോഴാണ് ഈ വിയോഗ വാർത്ത വീട്ടിലേക്ക് എത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇവർക്ക് ആദ്യഘട്ടത്തിൽ ഈ വാർത്ത അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്രതീക്ഷിതമായിരുന്നു. അത്രമാത്രം ആഘാതമാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഇപ്പോൾ സ്നേഹിതരും സുഹൃത്തുക്കളും എല്ലാവരും വീട്ടിനുള്ളിൽ എത്തിയിട്ടുണ്ട്, ഈ വിഷമത്തിൽ പങ്കുചേരുന്നുണ്ട്. നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുവായ കസിനായ അദ്ദേഹം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വാർത്ത അറിഞ്ഞത്? നമ്മൾ ആദ്യം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് ഈ വാർത്ത, ന്യൂസ് മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് ഈ വാർത്ത അറിയുന്നത്. പക്ഷെ നമ്മുടെ ഈ ലൂക്കോസ് അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. പിന്നീട് ആ ബിൽഡിങ്ങിലുണ്ടായിരുന്നു, അവിടുത്തെ പാസ്റ്ററിനെ ഫോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പുള്ളി എസ്കേപ്പ് ആയിട്ടുണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. അതിനുശേഷം പിന്നീട് എന്തെങ്കിലും അറിയിപ്പ് ഔദ്യോഗികമായി ലഭിച്ചിരുന്നു? എംബസിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് നോർക്കയുടെ ഒരു ലിസ്റ്റ് വന്നതായിട്ട് അറിവുണ്ട്. അതിനകത്ത് പുള്ളിയുടെ പേരുണ്ട്. കമ്പനിയുടെ ലിസ്റ്റ് ഇട്ടതിനകത്തും പുള്ളി മരണപ്പെട്ടു എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പൊന്നും അവിടെ നിന്ന് ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴും അവർ പറയുന്നത് എംബസിയിൽ നിന്ന് അവർക്ക് പേപ്പറുകളൊന്നും കിട്ടിയിട്ടില്ല, എന്നാലേ അതിൻ്റെ അടുത്ത നടപടികൾ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം എന്തെങ്കിലും അറിയാമെന്നാണ് പറയുന്നത്. അദ്ദേഹമായിട്ടുള്ള ആത്മബന്ധം എനിക്ക് കുഞ്ഞിലെ മുതൽ ഞങ്ങൾ ഒരുമിച്ച് ജനിച്ച് കളിച്ച് വളർന്നവരാണ്. LKG മുതൽ +2 വരെയും ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുകയും അതുപോലെ ഞങ്ങൾ ആത്മാർത്ഥം സഹകരിക്കും. ലീവിൽ വരുമ്പോഴും എപ്പോഴും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത്, എല്ലായിടങ്ങളിലും കൂട്ടുകാരുടെ വീടുകളിലൊക്കെ പോകാനും എല്ലാം ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഒരു കുടുംബം പോലെ. എൻ്റെ കസിനാണ്. അതുപോലെ ഞങ്ങൾ ചർച്ചിൽ ഒരുമിച്ച് പോകുന്നവരാണ്, ഒരുമിച്ച് ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരൊക്കെയാണ്. അപ്പം ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. വലിയ ആത്മബന്ധമാണ്, ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല. അതുതന്നെയാണ് അക്ഷയ, താങ്ങാനാകാത്തൊരു വാർത്തയാണ് ഇന്നലെ അപ്രതീക്ഷിതമായി ഇവരുടെ അടുത്തേക്ക് എത്തിയത്. തീർച്ചയായും അക്ഷയ് സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങൾ ബാക്കി വെച്ചിട്ട് പോയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. 2 മക്കളുണ്ട്, ഒരാൾ +2-ലാണ്, ഒരാൾ 5ാം ക്ലാസ്സിലാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു വാർത്ത അപ്രതീക്ഷിതമായി എത്തിക്കൊണ്ട് തന്നെ ആഘാതത്തിലാണ് എല്ലാവരും ഉള്ളത്. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വലിയ ആത്മബന്ധം നാട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ അത്തരത്തിൽ സൂക്ഷിച്ചിരുന്ന ആളാണ്. നാട്ടിൽ സജീവമായി നിന്ന് കാര്യങ്ങൾ ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുവൈറ്റുണ്ടായ തീപിടുത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും അപ്രതീക്ഷിതമായ വാർത്തയുടെ ആഘാതത്തിലാണ്, ആ സങ്കടത്തിലാണ് അക്ഷയ്.